അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം വീട്ടിലല്ല ഉള്ളത്, പുറത്താണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാവുന്നൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മളൊരു ഹെയർ ഫ്രഷ് മേക്കപ്പ് പറയാനായിട്ടാണ് വന്നത്. ഹെയർ ഫ്രഷ് മേക്കപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അതെന്താണെന്ന്. അതായത് വാട്ടർ പ്രൂഫ്, ലാമിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള മേക്കപ്പ് പോലെ തന്നെയാണ് എയർ ബ്രഷ് മേക്കപ്പ്. അപ്പോൾ ഈ മേക്കപ്പ് നമുക്ക് മൈക്രോ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഈ നമ്മൾ ചെയ്ത മറ്റ് മേക്കപ്പുകൾ പോലെ തന്നെ മൈക്രോ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ലോഷനോ മുഖം മുഴുവനും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൈക്രോ ഫൗണ്ടേഷൻ HD, അതായത് HD എന്ന് പറഞ്ഞാൽ HD സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് സ്പ്രേ ചെയ്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഇത് ഒരു എയർ ഗണ്ണ്, അതായത് ഒരു ഗണ്ണിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നറുണ്ട്. അതിനുള്ളിൽ ഒഴിച്ച ശേഷം അതിൽ ഒഴിച്ചതിന് ശേഷം എയർ ബ്രഷ് ഗണ്ണിൻ്റെ സ്റ്റാർട്ടർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഫൗണ്ടേഷൻ ഈ എയറുമായിട്ട് മിക്സ് ചെയ്ത് മുഖത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഖത്തേക്ക് ഫൗണ്ടേഷൻ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇത് ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാൽ കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് മാക്സ് ഫാക്റ്റിൻ്റെ പൗഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് വിചാരിക്കും. എല്ലാ ബ്യൂട്ടി ഷോപ്പിലും കിട്ടാറുണ്ട്, അത് വാങ്ങിക്കുക, അത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള മേക്കപ്പ് എല്ലാം കൊടുക്കുക. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, മേക്കപ്പ് ഇടുന്നത് ഒന്നും നോക്കത്തില്ല, ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കും, സ്കിന്നിൻ്റെ സ്യൂട്ടാവുന്നത്, വെളുത്തവർക്കൊന്ന്, കറുത്തവർക്കൊന്ന്, ഇളം കളറുള്ളവർക്കൊന്ന്, അങ്ങനെ ഒരു 3-4 ടോൺ അനുസരിച്ച് ഏതെങ്കിലും വാങ്ങിക്കും, നമ്മളങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റിസൾട്ടാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിൽക്കും. അപ്പോൾ ഞാൻ ഈ പുറത്തുള്ളത് കൊണ്ടാണ് പുറത്ത് നിന്ന് നല്ല ക്ലിയർ ഇല്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇനി വേറൊരു ടിപ്സ് പറയാൻ പറ്റുന്നത്, ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഒന്ന് വാങ്ങിച്ച് നോക്കുക. നമ്മൾ സിനിമ അല്ലെങ്കിൽ കല്യാണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റിക്കുകൾ ഇപ്പം ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. D12, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അത്, കുറേ സ്റ്റിക്കുകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് സമയം കിടക്കാറുണ്ട്. സ്റ്റിക്ക് അതുമല്ല നല്ല കമ്പനിയുടെ സ്റ്റിക്കുകളുണ്ട്, അപ്പം നമുക്ക് അത് യൂസ് ചെയ്യാം. ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിനുണ്ടാവുന്ന വരൾച്ച മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ദിവസവും ചുണ്ടിൽ വെണ്ണ പുരട്ടി ചുണ്ടിൻ്റെ വരൾച്ച തടയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചുണ്ടിൻ്റെ വരൾച്ച മാറ്റാൻ വേണ്ടി ചുണ്ടിൽ ദിവസവും എന്ത് ചെയ്യും, വെണ്ണ പുരട്ടി കൊടുക്കും. അപ്പോൾ അത് ചുണ്ടിൻ്റെ വരൾച്ച മാറ്റാൻ സഹായിക്കും. ഇനി വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊള്ളൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കുറച്ച് മുട്ടയുടെ വെള്ളം എടുത്ത ശേഷം ഒരാഴ്ച തുടർച്ചയായിട്ട് പുരട്ടിക്കഴിഞ്ഞാൽ ആ പാട് പോലും കാണത്തില്ല. ഇതൊരു ടിപ്സാണ്. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നാളെ പുതിയ ടിപ്സുമായിട്ട് വരും. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ.